വിമാനങ്ങളിൽ പക്ഷികൾ ഇടിക്കുമ്പോൾ വലിയ കേടുപാടുകൾ സംഭവിക്കുന്നതും അതുവഴി ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും തടസ്സമുണ്ടാകുന്നതുമെല്ലാം നാം വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. നിസ്സാരം ഒരു പക്ഷി ഇടിക്കുമ്പോൾ വിമാനത്തിന് ഇത്രയും വലിയ ആഘാതം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിമാനങ്ങൾ വളരെ ഉയർന്ന വേഗത്തിലാണ് പറക്കുന്നത്. ഈ വേഗത്തിൽ ഒരു പക്ഷി വന്നിരിക്കുമ്പോൾ കൂട്ടിയിടിയുടെ ആഘാതം അഥവാ കൈനറ്റിക് എനർജി വളരെ വലുതായിരിക്കും. വേഗത കൂടുന്നതിനനുസരിച്ച് ആഘാതം പല മടങ്ങായി വർദ്ധിക്കും. ചെറിയ പക്ഷികൾ പോലും ഈ വേഗത്തിൽ ഇടിക്കുമ്പോൾ വിമാനത്തിന്റെ ഘടനയ്ക്ക് കാര്യമായ ക്ഷതമുണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, വിമാനം 300 km/h വേഗത്തിൽ പോകുമ്പോൾ 1 കിലോ ഭാരമുള്ള പക്ഷി ഇടിക്കുന്നത് പോലെയായിരിക്കും 15 മീറ്റർ ഉയരത്തിൽ നിന്ന് 100 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു താഴേക്ക് വീഴുന്നതിന്റെ ആഘാതം. വിമാനങ്ങൾ പറന്നുയരുമ്പോഴും താഴേക്ക് ഇറങ്ങുമ്പോഴുമാണ് സാധാരണയായി പക്ഷികൾ ഇടിക്കാറ്. കാരണം താഴ്ന്ന ആകാശത്താണ് പക്ഷികളെ കൂടുതലായി കാണുന്നത്. ഇത് എഞ്ചിൻ തകരാറിലാകാൻ കാരണമാകും. ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും എഞ്ചിന്റെ ശക്തി വളരെ നിർണായകമായതിനാൽ ഈ സമയത്ത് എഞ്ചിൻ തകരാറിലാകുന്നത് അപകടകരമാണ്. കൂടാതെ വലിയ പക്ഷികൾ ഇടിക്കുമ്പോൾ കോക്പിറ്റിലെ വിൻഡ്ഷീൽഡ് തകർന്ന് പൈലറ്റുമാർക്ക് അപകടമുണ്ടാകാം. വിമാനത്തിന്റെ മുൻഭാഗത്ത് ഇടിക്കുമ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള റഡാറിന് കേടുപാടുകൾ സംഭവിക്കുകയും ഇത് കാലാവസ്ഥാ വിവരങ്ങൾ അറിയുന്നതിനും ദിശ നിർണ്ണയിക്കുന്നതിനും തടസ്സമുണ്ടാക്കുകയും ചെയ്യും. ചിറകുകളിലും മറ്റ് നിയന്ത്രണ ഭാഗങ്ങളിലും കേടുപാടുകൾ സംഭവിക്കുന്നത് വിമാനത്തിന്റെ ദിശ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ബാധിക്കും. പക്ഷിയിടിച്ച് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയോ എഞ്ചിൻ തകരാറിലാവുകയോ ചെയ്താൽ വിമാനം പറന്ന വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചിറക്കുകയോ അടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയോ ചെയ്യേണ്ടി വരും. ഇത് വിമാനത്താവളത്തിലെ മറ്റ് വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തടസ്സമുണ്ടാക്കുകയും സമയനഷ്ടവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് താരതമ്യേന കുറഞ്ഞ ഭാരമുള്ള ഒരു പക്ഷിക്ക് പോലും വിമാനത്തിന്റെ അതിവേഗം കാരണം വലിയ വിമാനങ്ങളിൽ കാര്യമായ കേടുപാടുകൾ വരുത്താൻ സാധിക്കുന്നത്. ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.